സർട്ടിഫിക്കറ്റിന് എപ്പോൾ അപ്ലൈ ചെയ്യാം എന്നതാണ് ഇപ്പോഴത്തെ ചൂടുള്ള വർത്തമാനം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞതാണ് നമ്മുടെ കോളേജുകളിൽ നിന്ന് യൂണിവേഴ്സിറ്റി അയച്ചിട്ടുള്ള കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് അഥവാ ബിരുദ ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കോളേജിൽ നിന്ന് കൊടുത്തു തുടങ്ങിയ കാര്യം. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണുക. ദെൻ ഇനി എപ്പോഴാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം? നിങ്ങൾക്ക് എപ്പോഴാണോ ഫിസിക്കലി പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബിരുദ ഗ്രേഡ് കാർഡും കയ്യിൽ കിട്ടുന്നത്, അതിന് പിറ്റേ ദിവസം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് എമർജൻസി ആയിട്ടോ ഓർഡിനറി ആയിട്ടോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞത് ഒരു വഴിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സെറമണി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുമ്പോൾ ആ വഴിയും കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ച് പൈസ കൂടുതലായിരിക്കുമെന്ന് മാത്രം. 2K+ ഒക്കെ ആയിരിക്കും. ഗ്രാജുവേഷൻ സെറമണിയിൽ കൂടി ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് ഗൗണും കോട്ടുമായി ഒരു സെറമോണിയൽ പരേഡ് പോലെ അത്രത്തോളം ഒരു ഫങ്ഷണൽ സ്മൂത്തനിങ് ആയിട്ട് വരുമ്പോൾ കുറച്ചധികം പൈസ കൂടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എമർജൻസി ആയിട്ടോ ഓർഡിനറി ആയിട്ടോ നമുക്ക് അപ്ലൈ ചെയ്യാം. ആ സമയത്ത് 2K+ ഒന്നും ആവില്ല പൈസ. ആ കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. വീണ്ടും ആവർത്തിക്കുന്ന, ഫിസിക്കലി എന്നാണോ നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ബിരുദ ഗ്രേഡ് കാർഡും കിട്ടുന്നത്, അതിൻ്റെ പിറ്റേ ദിവസം മുതൽക്ക് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ ജനത അല്ലെങ്കിൽ ഫ്രണ്ട്സ് സേവാ കേന്ദ്രം അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഓൺലൈൻ വീട്ടിലിരുന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.